വൈഭവ് സൂര്യവംശി എന്ന യുവ ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷൻ ക്രിക്കറ്റ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. 14-ാം വയസ്സിൽ രഞ്ജി അരങ്ങേറ്റം കുറിച്ച താരം ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസ് 1.1 കോടി രൂപയ്ക്ക് വൈഭവിനെ ടീമിലെടുക്കുന്നതോടെയാണ്. പിന്നാലെ വൈഭവിന്റെ ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ ക്രിക്കറ്റ് ലോകം കണ്ടു. ഇതിനിടെ IPLിലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി, IPLിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം, IPLിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി, അണ്ടർ-19 ലോകകപ്പ് വിജയം, ടൂർണമെന്റിലെ തകർപ്പൻ പ്രകടനത്തോടെ ലോകകപ്പിലെ താരം, ഇംഗ്ലണ്ടിനെതിരായ ഫൈനലിൽ 80 പന്തിൽ 175 റൺസ് എടുത്ത പ്രകടനത്തോടെ ഫൈനലിലും താരം. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം IPLിൽ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബൌളർമാരെ തച്ച് തകർത്ത് നേടിയ 29 പന്തിലെ 97 റൺസ്. ക്രിസ് ഗെയിലിന്റെ അതിവേഗ IPL സെഞ്ചുറി എന്ന റെക്കോർഡിന് തൊട്ടടുത്തെത്തിയ ശേഷമായിരുന്നു വൈഭവിന്റെ പുറത്താകൽ. ഒരു വശത്ത് വൈഭവിന്റെ ബാറ്റിംഗ് പ്രകടനം ചർച്ചയാകുമ്പോൾ മറ്റൊരു വശത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് താരത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ്. ഹൌസിവിറ്റി കോമിന്റെ കണക്കനുസരിച്ച് വൈഭവിന്റെ നിലവിലെ ആസ്തി ഏകദേശം 10 കോടി രൂപയ്ക്ക് മുകളിലാണ്. താരത്തിന്റെ IPL വരുമാനം, വസ്തുവകകൾ, പണമായി ലഭിച്ച സമ്മാനങ്ങൾ എന്നിവ തന്നെ ഏകദേശം 7 കോടിയോളം രൂപ വരും. ഇതോടൊപ്പം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്പോൺസർഷിപ്പ് കരാറുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് 10 കോടി രൂപ കടക്കും. 2025-ലെ IPL മെഗാലേലത്തിൽ രാജസ്ഥാൻ റോയൽ 1.1 കോടി രൂപയ്ക്കാണ് വൈഭവിനെ ടീമിലെടുത്തത്. ഇത് താരത്തിന്റെ 2ാം IPL സീസണാണ്. പ്രതിവർഷം 1.1 കോടി രൂപ വീതം അദ്ദേഹം സമ്പാദിക്കുന്നു. ഇതോടൊപ്പം ഓരോ IPL മത്സരത്തിനും 7.5 ലക്ഷം രൂപ വീതം അദ്ദേഹത്തിന് മാച്ച് ഫീസായി ലഭിക്കുന്നു. ഇതുവരെ കളിച്ച 22 മത്സരങ്ങളിൽ നിന്നായി ഏകദേശം 1.65 കോടി രൂപ ഈ ഇനത്തിൽ തന്നെ താരം നേടിയിട്ടുണ്ട്. ഇതോടൊപ്പം താരത്തിന് മുംബൈയിൽ ഏകദേശം 2.5 കോടി മുതൽ 3 കോടി രൂപ വരെ വിലമതിക്കുന്ന ഒരു ആഡംബര അപ്പാർട്ട്മെന്റ് സ്വന്തമായുണ്ട്. ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ താജ്പൂരിലുള്ള അദ്ദേഹത്തിന്റെ തറവാട് വീടിന് ഏകദേശം 40 ലക്ഷം രൂപ മുതൽ 60 ലക്ഷം രൂപ വരെ മൂല്യമുണ്ട്. 2026 ഫെബ്രുവരിയിൽ അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വൈഭവിന് 50 ലക്ഷം രൂപ പാരിതോഷികമായി നൽകിയിരുന്നു. 2025 IPLിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് സ്വന്തമാക്കിയതിന് ഏകദേശം 17 ലക്ഷം രൂപ വിലയുള്ള ടാറ്റ കർവ് EV കാറും വൈഭവിന് ലഭിച്ചിരുന്നു. കൂടാതെ ബിസിനസ്സുകാരനായ രഞ്ജിത്ത് ബർദാക്കൂർ സമ്മാനിച്ച ഒരു മെഴ്സിഡസ് ബെൻസ് കാറും വൈഭവിനുണ്ട്.